ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഇതുണ്ടാക്കാൻ വേണ്ടി ഭയങ്കര സിമ്പിളാണ്. പിന്നെ പഴവും മുട്ടയും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കി തരാൻ വേണ്ടി ചോദിക്കും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു നല്ലൊരു സ്നാക്സാണിത്. കൂടുതലായും മലബാർ സൈഡിലൊക്കെയാണ് ഇത് ഉണ്ടാക്കാറ്. നോമ്പുതുറക്കൊക്കെ വേണ്ടിയിട്ട് ഈവനിങ് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു സ്നാക്സാണിത്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പഴം തന്നെ എടുത്തത്. അത് ഞാൻ നല്ല ചെറിയൊരു കഷ്ണാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ 4 പഴത്തിന് ഞാൻ 6 മുട്ടയാണ് എടുത്തത്. 2 മുട്ട വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, 8 മുട്ട വരെ എടുക്കാം. പക്ഷെ ഞാൻ 6 എടുത്തുള്ളൂ. ഈ 6 മുട്ടയും ഒരു ബൗളിൽ നന്നായിട്ട് പൊട്ടിച്ചു വയ്ക്കാം. ഒരു പഴത്തിന് 2 മുട്ട തോതിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷെ ഞാനിവിടെ 6 മുട്ട മാത്രമേ എടുത്തുള്ളൂ 4 പഴത്തിന്. ഇനി ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇത് എത്രത്തോളം ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയിലോട്ട് ഒരു 6-7 ഏലക്കായ, അതിലോട്ട് ഒരു 6-7 സ്പൂൺ പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനാണ്. കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു 8-9 സ്പൂണ്, ചെറിയ സ്പൂണാണ് ഞാൻ എടുക്കുന്നത്, സ്പൂൺ പഞ്ചസാര എടുക്കാം. അല്ലെങ്കിൽ കുറവ് മതിയെങ്കിൽ ഒരു 2-3 സ്പൂൺ മതി. പഴത്തിന് നല്ല രീതിയിൽ മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചെടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ. കാരണം ഓവർ മധുരമാകുമ്പോൾ നമുക്ക് ഒത്തിരി കഴിക്കാൻ പറ്റത്തില്ല. എൻ്റെ പഴത്തിന് മധുരം കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്ര പഞ്ചസാര എടുത്തത്. ഇനി ഈ പഞ്ചസാര മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച മുട്ടയിലോട്ടേക്കിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പഞ്ചസാര കെട്ടാണ്ട് നോക്കണം. നല്ല രീതിയിൽ അതിൻ്റെ ലംസൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടി. എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രീതിയിൽ ബീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ മെയിൻ തന്നെ ഇത് ബീറ്റ് ചെയ്യലാണ്. എത്രത്തോളം നമ്മൾ ബീറ്റ് ചെയ്യുമോ അത്രത്തോളം നല്ലത്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിട്ടുള്ളത്. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലോട്ടേക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ആകുമ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും. നെയ്യാകുമ്പോൾ നെയ്യിൻ്റെ നല്ല ഫ്ലേവർ ആയിരിക്കും. നെയ്യിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യാൻ പറ്റും. ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പഴം ഇതിലോട്ടേക്ക് ഇടാം. പഴം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ രീതിയിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ പീസാകുമ്പോൾ ഇത് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി ഇച്ചിരി ടൈം എടുക്കും. പിന്നെ നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇച്ചിരി വലിയ പീസാണെങ്കിലും കുഴപ്പമില്ല. കാരണം അത് ഓൾറെഡി നല്ല പഴുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് വരും. ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വഴറ്റുമ്പം തന്നെ ഇതിൽ പഞ്ചസാര ഇടുവാണെങ്കിൽ പെട്ടെന്ന് കുക്കായിട്ട് വരുന്നതാണ്. ഞാനിതിൽ പഞ്ചസാര ഇടുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി അതിൽ എനിക്ക് ആവശ്യമുള്ള പഞ്ചസാര മിക്സ് ചെയ്തിട്ട് എഗ്ഗിൽ വെച്ചിട്ടുണ്ട്.
പഴം ഇപ്പോൾ നല്ല രീതിയിൽ കുക്കായി ആ പഴത്തിൻ്റെ പച്ച ചവയ്ക്കങ്ങ് മാറിക്കിട്ടി. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റുകയാണ്, ഇതിൻ്റെ ചൂട് ആറാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നമ്മൾ ഡയറക്റ്റ് എഗ്ഗിലോട്ടേക്ക് ഇടുമ്പോൾ, ഈ ചൂടോടെ ഇടുമ്പോൾ നമ്മൾ എഗ്ഗ് പെട്ടെന്ന് കുക്കായി പോകും. അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് തണുപ്പിക്കുക ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ട് തണുത്ത പഴം നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലോട്ടേക്ക് ഇടാം. എഗ്ഗിലിട്ടതിന് ശേഷം അത് നല്ല രീതിക്ക് വീണ്ടും വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യണം. നല്ല രീതിക്ക് പഴമൊന്നും കട്ട കെട്ടാത്ത രീതിയിൽ എല്ലാം വിട്ട് വരുന്ന രീതിയിൽ വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ പ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. കാരണം എഗ്ഗ് എല്ലാ ഭാഗത്തും പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കാവും, പിന്നെ നല്ല രീതിയിൽ ഭയങ്കര സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ ഒരു ചെറിയ റിങ് പോലെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റിങ് ഇല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കോ ഏതെങ്കിലും ഒരു തവയോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ചാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും, പെട്ടെന്ന് അത് കുക്കാവാൻ സാധ്യതയുണ്ട്. ഡയറക്റ്റ് ഹീറ്റ് കൊള്ളാത്ത രീതിയിൽ വേണം വെക്കാൻ വേണ്ടി. ഞാനിതിൽ ഇപ്പോൾ നെയ്യാണ് വയ്ക്കുന്നത്. കാരണം ഞാൻ ഓൾറെഡി ഇതിപ്പം വെളിച്ചെണ്ണയിൽ വഴറ്റിയോണ്ട് തന്നെ നെയ്യ് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ഇനി അത് നന്നായിട്ട് നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും പഴവും ഇതിലോട്ടേക്ക് ഡയറക്റ്റ് ഇടുക ചെയ്യുന്നത്. പഴവും നല്ല രീതിയിൽ എല്ലാ സൈഡിലും ഒരേപോലെ ലെവൽ ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം. അതേസമയം നമുക്ക് ഇതിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് കിസ്മിസും കാഷ്യൂവും ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു കടായിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ടേക്ക് ഫസ്റ്റ് ഞാൻ കാഷ്യൂ ഇടുന്നത്. കാഷ്യൂ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അതിലോട്ട് കിസ്മിസ് ഇട്ട് പെട്ടെന്ന് തന്നെ അത് നമുക്ക് എഗ്ഗും പഴത്തിൻ്റെയും മുകളിലോട്ടേക്ക് ഒഴിക്കാം, ഒരു ഗാർണിഷ് ചെയ്യുന്ന പോലെ.
പണിയൊന്നുമില്ല. നമുക്കിനി ഇത് കുക്കാവാൻ വേണ്ടിയിട്ട് സ്ലോ ഫയറിൽ ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതൊരു 75% കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫയർ ഓഫ് ചെയ്തിട്ട് ഇത് അങ്ങനെ വെക്കാം. പിന്നീട് അത് തുറക്കൊന്നും ചെയ്യരുത്, കാരണം ആ ഉള്ള ചൂടിൽ തന്നെ ബാക്കിയും കൂടി കുക്കായി വരും. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ഫ്ലിപ്പ് ചെയ്യലാണ് ഇതിൻ്റെ മെയിന്. പതിയെ സമാധാനത്തോടു കൂടി വേണം ഫ്ലിപ്പ് ചെയ്യാൻ. ഇതിൻ്റെ അടിഭാഗം ഇപ്പോൾ കറക്റ്റ് കുക്കായിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ വന്നില്ലേ. ചിലത് നല്ല ഡാർക്കാകും, അത് ഹീറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഫയർ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം വരില്ല. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ടേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ഉണ്ടാക്കണം. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.